ഷാനവാസോ നെവിനോ ഒരാൾ പുറത്താവും, ഇല്ലെങ്കിൽ ഇവരിൽ ഒരാൾ ക്വിറ്റാവും. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ നെവിനുമായിട്ട് ഇഷ്യൂ നടന്ന സമയത്ത് ഷാനവാസ് ഒരു കാര്യം വെളിപ്പെടുത്തി. നെവിൻ മോശമായി ഒരു അനുഭവം നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ബിഗ് ബോസിനോടും അദ്ദേഹം പറഞ്ഞായിരുന്നു. പിന്നെ ആദ്യം അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ ചർച്ചാ വിഷയം, അകത്തു പോകാൻ പുറത്തു പോയി. ഈ ഒരു സമയത്ത് അനീഷിനോടും പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ ചിലപ്പം ലാലട്ടൻ വരുമ്പോൾ തീരുമാനമാകും എന്ന് പറയുന്നുണ്ട്. ചിലപ്പം ലാലട്ടൻ ചിലപ്പോൾ ഷാനവാസിനെ പുറത്താക്കും, ചിലപ്പം നമ്മുടെ നെവിനെ പുറത്താക്കും, ചിലപ്പം നെവിൻ പറഞ്ഞത് ശരിയായിരിക്കും, അല്ലെങ്കിൽ നെവിൻ പറഞ്ഞത് പുറത്തിറങ്ങിയ ഇമേജിനെ ബാധിക്കുന്നത് ഷാനവാസിനെ താക്കിയത് ഷാനവാസ് ചിലപ്പോൾ കിറ്റ് ചെയ്യാൻ, പക്ഷേ കിറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്, വളരെ കുറവാണ്. ഷാനവാസ് അങ്ങനെ ഒരു പേടിച്ചു തൂറിയല്ല. നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് പുള്ളി തന്നെ അനീഷിനോട് പറയുന്നുണ്ട്, പറയാനുള്ളത് ഞാൻ പുറത്ത് പോയാലും ലാലേട്ടൻ വന്ന് ലാലേട്ടനോട് കാര്യം പറഞ്ഞിട്ടേ ഞാൻ പോവൂ എന്ന് ഷാനവാസ് വ്യക്തമായിട്ട് അനീഷിനോട് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് അത്ര പേടിച്ചു തൂറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നെവിൻ ചിലപ്പം കിറ്റാകാൻ സാധ്യതയുണ്ട്. നെവിൻ ഇതിന് മുന്നേ ആദിലെ നൂറേയും ഒന്ന് ഇതാക്കിയ സമയത്ത്, പ്രയോഗിച്ച സമയത്ത് അനുമോളുമായിട്ട് ഇഷ്യൂസ് പുറത്ത് പോയ ആളാണ് നെവിൻ. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ലക്ഷ്മിയോട് സംസാരിച്ച് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു കാര്യം ലാലട്ടം വരുമ്പം തീരുമാനമായില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പുറത്ത് പോകും, അത് എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളുടെ കൂടെ നിൽക്കാൻ എനിക്ക് ഇവിടെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നെവിന് ഇങ്ങനെയൊരു സംഭവം കുറച്ച് വാശി കൂടുതലാണ്. നെവിൻ ആ സമയത്ത് ചിലപ്പം പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇനി പുറത്ത് പോവുകയാണെങ്കിൽ ബിഗ് ബോസ് ആ വഴിക്കങ്ങ് വിടുകയുള്ളൂ, അല്ലാതെ ഇനി വിളിച്ചോണ്ട് കയറ്റത്തൊന്നുമില്ല. അന്ന് പോയപ്പം കൈയും കാലും പിടിച്ചാണ് വീണ്ടും കയറിയെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞത് നെവിനെ അവർ കൂടുതൽ ഇതൊക്കെ ചെയ്ത് അവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ട്, സൈക്കോളജിസ്റ്റൊക്കെ ഉണ്ട്, സംസാരിച്ച് അകത്ത് കയറിയെന്ന് പറഞ്ഞത്, അല്ലാതെ കൈയും കാലും പിടിച്ചൊന്നുമല്ല നെവിൻ കയറിയത്. ഇതാണ് സംഭവം അവിടെ നടന്നത്. പക്ഷെ ഈ ഒരു സംഭവത്തിൽ ഇത് ഭയങ്കര വിവാദമായ ഒരു കേസാണ്. അപ്പം ആ കേസുകളിൽ എങ്ങനെയാ ഇത് ലാലേട്ടൻ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം നമ്മുടെ ഷാനവാസിന്റെ കൂടെ നിൽക്കും, ചിലപ്പം നെവിൻ്റെ കൂടെ നിൽക്കും, ചിലപ്പോൾ നിഷ്പക്ഷമായിട്ട് നെവിൻ്റെ കൂടെ നിൽക്കാനാണ് സാധ്യത കൂടുതൽ. എന്നുവെച്ചാൽ ഇത് പുറത്തിറങ്ങിയാൽ, ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഇത് പുറത്തിറങ്ങിയാൽ നെവിനെ ബാധിക്കുമെന്ന് ബിഗ് ബോസിനും ലാലേട്ടനും നന്നായിട്ടറിയാം. ഇപ്പോൾ ബിഗ് ബോസ് പറയും അത് ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അല്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കാം. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരിൽ ഒരാൾ കിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരാൾക്ക് നീതി കിട്ടിയില്ല, അല്ല ഒരാൾക്ക് ഇത് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ആൾക്കാർ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാണുന്നൊരു ഷോയാണിത്. അപ്പോൾ ഇത് കിറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. പ്രത്യേകിച്ച് നെവിൻ കിറ്റ് ചെയ്യാനുള്ള സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുക. എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുക. താങ്ക് യു, ബൈ.